ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് ഏതൊരു വണ്ടിപ്രാന്തന്മാരുടെയും അല്ലെങ്കിൽ ഏതൊരു വണ്ടിപ്രേമിയുടെയും ഇഷ്ടവാഹനം, വണ്ടിപ്രാന്തന്മാരുടെ ഹൃദയമിടിപ്പ്, ഇന്ന് ട്രെൻഡിങ്ങിലുള്ള ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫാൻസിലെ ഒരു കിടിലം മുതലിനെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇന്ന് മാർക്കറ്റിൽ കമ്മിയാക്കാരം. ഏതൊരു വണ്ടിപ്രാന്തനും ഒരിക്കലെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിൽ നല്ല ഗ്രീൻ കളറിൽ അടിപൊളി ലുക്കിലാണ് നമ്മളെ മുതലിവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പേരൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല, ഏതൊരാൾക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്ര പോകുന്ന കുട്ടികൾ മുതൽ എത്ര മുതിർന്ന ആളുകളാണെങ്കിലും ഈ വാഹനത്തിനെ പരിചയമില്ലാത്ത ആളുകൾ വളരെ കമ്മിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിവ്യൂ എടുക്കുമ്പോഴേ, പ്രത്യേകിച്ച് നമ്മൾ റിവ്യൂ എടുക്കുമ്പോൾ ഈ വാഹനത്തിനെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. 2025 മോഡൽ 12-ാം മാസം രജിസ്ട്രേഷനിൽ വന്ന് വെറും 9,000 കിലോമീറ്റർ ഓടിയ പുതുപുത്തൻ കണ്ടീഷനിലുള്ള എല്ലാ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ നിലവിലുള്ള ഒരു കിടിലം മുതലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിഫൻഡറിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്രത്തോളം ട്രെൻഡിങ്ങിൽ വന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം എന്താ വെച്ചാൽ ഇത്ര വില വരുന്ന ഏകദേശം ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇത്തരം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് റോട്ടിൽ ഇറങ്ങുമ്പോഴത്തേന് 1.5 കോടിൻ്റെ മുകളിൽ വില വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഓണർക്ക്. ഇത് ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ഇപ്പോൾ സഫാരി കാർസിൽ പർച്ചേസ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ. ഇന്ന് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഓഫ് റോഡ് സ്പെക്കിലെ വാഹനങ്ങളുണ്ട്. ഇപ്പോൾ ലാൻഡ് റോവറിലായിക്കോട്ടെ, BMW ഓഡിയിലായിക്കോട്ടെ, മെഴ്സിഡീസ് ബെൻസിലായിക്കോട്ടെ, ടൊയോട്ടയിലായിക്കോട്ടെ, ഒത്തിരി വാഹനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം ഇത്രത്തോളം ട്രെൻഡിങ്ങിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ 1983 തുടങ്ങിയിരിക്കണ് ഇവൻ്റെ കളി, ഇവൻ്റെ ചരിത്രം. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ എന്ന വാഹനം മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ്ങിലുള്ള ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വിറ്റഴിച്ച ഒരു മോഡൽ വാഹനം തന്നെയാണ് ഡിഫൻഡർ. പിന്നെ 2016 സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം 2020 ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലുക്കിലുള്ള വാഹനം മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളെ നാട്ടിൽ ഇതെത്തുമ്പോൾ ഇമ്പോർട്ട് ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ് ഒക്കെ കൂടിയിട്ട് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഇന്നിപ്പോൾ ഈ വാഹനം 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 110 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന വാഹനം 5 ഡോറാണ്. 3 ഡോർ വാഹനം വരുന്നുണ്ട്. അതേപോലെ 130 വരുന്നുണ്ട്. കുറച്ചും പാടെ നീളം കൂടിയ മോഡൽ വാഹനങ്ങളൊക്കെ ഡിഫൻഡറിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് 5 ഡോറിൽ 2 ലിറ്റർ പെട്രോൾ 110 എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൽ തന്നെ 7 സീറ്റർ വരുന്നുണ്ട്. ഏറ്റവും ബാക്കത്തെ സീറ്റ് യാത്ര ചെയ്യാൻ അത്ര കംഫർട്ടല്ല, ആർക്കും ഇരിക്കാനൊന്നും പറ്റില്ല. കുട്ടികൾക്കൊക്കെ ചെറുതായിട്ടൊന്നും ഇരുന്ന് യാത്ര ചെയ്യാന്നൊക്കെ അല്ലേ. അതൊക്കെ നമുക്ക് ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ സംസാരിക്കാം. അപ്പോൾ ഇത്രത്തോളം പ്രൈസ് വന്നിട്ടും ഒരുപാട് ആളുകളാണ് ഈ ഒരു വാഹനം വാങ്ങിയത്. ഒത്തിരി വാഹനങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഒരുപാട് ഡിഫൻഡർ ഫാൻസ് തന്നെ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഡിഫൻഡറിനെ പറ്റി പറയുമ്പോഴേ, ഒരു റോൾസ് റോയ്സ് ഉപയോഗിക്കുന്ന ആളായിക്കോട്ടെ, ഇനി മെഴ്സിഡീസ് ബെൻസിൻ്റെ മേബാക്ക് ഉപയോഗിക്കുന്ന ആളായിക്കോട്ടെ, BMW 7 സീരീസോ അല്ലെങ്കിൽ X7 ഓഡിൻ്റെ Q8 ഏത് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കും ഒരു ഡിഫൻഡർ എന്ന് പറയുന്നത് ഒരു പ്രൗഢിയായി മാറി. അങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നൊരു വാഹനമാണ് ഡിഫൻഡർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു കാറ്റഗറിയിൽ ഇവനെ താരതമ്യപ്പെടുത്തിയത് ലാൻഡ് ക്രൂയിസറുമായിട്ടാണ്. കാരണം ലാൻഡ് ക്രൂയിസറുമായിട്ട് ഒരിക്കലും ഡിഫൻഡറിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അതങ്ങനെ വരാണ്ടായ കാരണം എന്താ വെച്ചാൽ, ലാൻഡ് ക്രൂയിസർ നമ്മളെ കേരളത്തിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 കോടി മുതൽ 3 കോടി രൂപ വരെ വില വരുന്നുണ്ട്. അപ്പോൾ ഇതിനാവുമ്പോൾ നേരെ അതിൻ്റെ പകുതിയേ വില വരുന്നുള്ളൂ. അതിൻ്റെ ഏകദേശം സ്പെക്കുകളും ആ ഒരു വലുപ്പവും ആ ഒരു ഗാംഭീര്യം, ആ ഒരു ഓഫ് റോഡ് സ്പെക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിൽ കിട്ടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നല്ല ട്രെൻഡിങ്ങിൽ വന്നു. ലാൻഡ് ക്രൂയിസർ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഇതെടുക്കൽ തുടങ്ങി. പക്ഷേ ലാൻഡ് ക്രൂയിസറിൻ്റെ തട്ട് വേറെയാണ്, ഡിഫൻഡറിൻ്റെ തട്ട് വേറെയാണ്, ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ തന്നെ ഒക്ട എന്ന് പറയുന്നൊരു മോഡലുണ്ട്, ഏകദേശം 3 കോടി രൂപയോളം വില വരുന്ന വണ്ടി. കാണാനൊക്കെ സെയിം ആണെങ്കിലും മൊത്തത്തിൽ മാറ്റം വരുന്ന ഒരു മോഡലുണ്ട്. ഇപ്പോൾ ഇത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, ഒരു 4 സിലിണ്ടർ എഞ്ചിനുമായിട്ട് ഇത്രയും വലിയൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ അതിൻ്റെ പവർ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓടിക്കാൻ കംഫർട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഞാനും ചിന്തിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, പെട്രോൾ എഞ്ചിനാണെങ്കിൽ പോലും 2 ലിറ്റർ ആണെങ്കിൽ പോലും അടിപൊളി പെർഫോമൻസ് ആണ്, ഓടിക്കാനൊക്കെ കംഫർട്ടാണ്, സൈലൻ്റ് എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പഴയ ഡിഫൻഡർ പോലെയല്ല, നമുക്ക് ഓൺ റോഡിലും ഓഫ് റോഡിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു ഡിഫൻഡർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലുക്കിലോട്ട് വരുമ്പോഴേ ഇതൊന്നും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല, എങ്കിലും നമ്മളെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്യാണല്ലോ ഞങ്ങളെ കാണിക്കുക. ഈ റൗണ്ട് ഷേപ്പിലുള്ള LED ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇതന്നെ ഒരു മാസ് ലുക്കാണ്, അതായത് ഒരു മാഫിയ ലുക്ക് എന്ന് പറയില്ലേ, ആ ഒരു ലുക്കിൽ കിട്ടുന്ന ഒരു LED ഹെഡ് ലാമ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഗ്രില്ല് ചെറിയൊരു സിമ്പിൾ ഗ്രില്ലാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഈ ലാൻഡ് റോവർ എന്നുള്ള ബാഡ്ജിങ് ആണ്. ഈ ഗ്രീൻ കളറ് അന്തകാലം മുതൽ ഇന്ന കാലം വരെ നമുക്ക് ഒരേ ഷേപ്പിലാണ് കാണാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ലാൻഡ് റോവറിൻ്റെ ഏത് മോഡൽ വാഹനം എടുത്താലും ഇതേ സെയിം ലോഗോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോണറ്റിൽ തന്നെ ഡിഫൻഡർ എന്നില്ല ഒരു ബാഡ്ജിങ് അതിഗംഭീരമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ കാണുമ്പോൾ ഇതേപോലെയല്ല കമ്പനിയിൽ നിന്ന് വരിക. അപ്പോൾ നമ്മൾ കമ്പനിയിലൊരു പുതിയ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും. നമുക്ക് വേണ്ട ഫിറ്റിങ്സ് ഏതൊക്കെ വേണോ അതൊക്കെ അഡീഷണൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് പ്രൈസ് ഡിഫറൻസ് വരിക. അതായത് ഈ മഡ് ഗാർഡ് ഫ്ലാപ്പ് അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ്, അതേപോലെ തന്നെ ഈ സൈഡ് ബോക്സ് അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ്, അതേപോലെ തന്നെ ഈ സൈഡ് സ്റ്റെപ്പ് അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ്, അതേപോലെ സൈഡ് സ്റ്റെപ്പ് ഉണ്ട് ലാഡർ അത് അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ്, അതേപോലെ ഇതിൽ PPF ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഈ മഡ് ഗാർഡ് ഫ്ലാപ്പ് വരെ അഡീഷണൽ ഫിറ്റ് ചെയ്യണം. ഇതിന് തന്നെ ഏകദേശം 10-35,000 രൂപ ബില്ല് വരുന്നുണ്ട്. ഇതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിയിൽ നിന്ന് ഇറക്കാൻ കഴിയും. ഈ വണ്ടിയിൽ ഏകദേശം 3 വർഷത്തെ ഇൻഷുറൻസ് അടക്കം അഡീഷണൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 16-17 ലക്ഷം രൂപയോളം അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത ഒരു വാഹനമാണ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സൈഡ് ബോക്സും സൈഡ് ലാഡറും അതേപോലെ ഈ സ്റ്റെപ്പിനി കവറൊക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്താട്ടോ. അതേപോലെ ഈ ഫിറ്റിങ്സ് ഒന്നും ചെയ്യാതെ ഈ ഒരു വാഹനം കമ്പനിയിൽ നിന്ന് ഇറങ്ങണ കാണുമ്പോഴേ ചിലപ്പോൾ നമുക്കൊരു ചെറിയൊരു വാഹനമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഈ ഫിറ്റിങ്സ് ഒക്കെ കൂടെ കയറുമ്പോഴാണ് ഒന്നും കൂടെ ഈ ഒരു വണ്ടി മാസ് ലുക്കിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനിയും ഇതിൽ ഒരുപാട് ഫിറ്റിങ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് കമ്പനിയിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാം. ഇതൊന്നും MVDനെ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ മോഡിഫിക്കേഷനിലോ വരുന്ന ഫിറ്റിങ്സ് അല്ല, കമ്പനി തന്നെ അലോ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ റൂഫ് കാരിയർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അലോയ് വീലിൽ 1-2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ അലോയ് വീലിലൊന്നും നമുക്ക് സൈസ് കൂടിയ വീല് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോൾ എന്താവും, അത് ചിലപ്പോൾ വാറണ്ടിയെ ബാധിക്കും. ഈ ഒരു വാഹനത്തിന് 2028 വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കളർ എങ്ങനെയുണ്ട്, തീർച്ചയായിട്ടും ഡിഫൻഡറിൽ നിങ്ങളിഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ കൂടിയാണ് ഈ ഗ്രീന്. ഇത് ഇറങ്ങുന്ന ടൈമിൽ ഈ കളറിനായിട്ട് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തിരുന്ന കളറായിരുന്നു. അതേപോലെ എല്ലാ കളറും ഡിഫൻഡറിൽ അടിപൊളിയാണ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിഷ്ടപ്പെട്ട കളർ മറക്കാതെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വാഹനേ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. വണ്ടി ഉപയോഗിക്കുന്നവരോടോ അല്ലെങ്കിൽ വണ്ടി നേരിട്ട് കണ്ടവരോടോ യാത്ര ചെയ്യുന്ന ആളുകളോടോ അല്ല ഞാൻ ഈ പറയുന്നത്. വണ്ടി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതൊരു ഗംഭീര വാഹനമാണ്. കാരണം ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഉയരം വരുന്നത് 1967 മില്ലിമീറ്റർ മുതൽ 1972 മില്ലിമീറ്റർ വരെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. അതേപോലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസാണ് ഇതിൻ്റെ നീളം. ഏകദേശം 5018 മില്ലിമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇതിൻ്റെ വീതി ഏകദേശം 2105 മില്ലിമീറ്ററും ഇതിൻ്റെ വീതി വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 225 മില്ലിമീറ്റർ മുതൽ 291 മില്ലിമീറ്റർ വരെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ പിന്നെ ഓഫ് റോഡിനും ഏത് കുന്നും മലയും കയറി പോകാൻ ഒരു രക്ഷയുണ്ടാവില്ല. അത്യാവശ്യം ഒരു ഗംഭീര വാഹനം തന്നെ കേട്ടോ ഈ ഒരു വാഹനം. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണിക്കാം. ഈ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ എൻജിൻ റൂം ഒന്ന് നിങ്ങളെ കാണിക്കാം. അയവ
ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം. ലാൻഡ് റോവറിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ എൻജിൻ അല്ലേ. എൻജിൻ റൂം കണ്ടാൽ കുറേ സ്ഥലം നമുക്ക് കാലിയായി കിടക്കുന്നുണ്ട്. അത് പെട്രോൾ എൻജിൻ ആയതുകൊണ്ടാണ്. ഇത് ഡീസലിൻ്റെ എൻജിൻ റൂമാണെങ്കിൽ ഒന്നും കൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അത് V6 എൻജിനാണ് വരിക. അതേപോലെ ഈ ഒരു എൻജിൻ 296 bhp പവറും 400 Nm ടോർക്കും നൽകുന്ന ഒരു അടിപൊളി എൻജിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഈ എൻജിൻ റൂം നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴേ ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ആൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിലും ഓഫ് റോഡിലും ഒരേപോലെ പെർഫോമൻസും ലഭിക്കും. ഫുൾ ടൈം 4 വീൽ ഡ്രൈവിലാണ് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു പുതുപുത്തൻ കണ്ടീഷനിലുള്ള വാഹനം തന്നെയാണ്. ഏത് ഭാഗം കൊണ്ട് നോക്കുമ്പോഴും ഒരു പുതിയൊരു വാഹനത്തിൻ്റെ ഫീല് തരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ഇതിൻ്റെ ബൂട്ടൊന്ന് കാണിക്കാം. അതായത് ബൂട്ട് സ്പേസ് കാണുമ്പോഴേ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ബൂട്ട് സ്പേസ് ഉള്ളൂ. കാരണം ഇത് 7 സീറ്റർ ആക്കി വെച്ചതുകൊണ്ടാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണോ, ആദ്യം നമ്മളെ ഹെഡ് റെസ്റ്റ് ഫോൾഡ് ആവും. അതിനുശേഷം നമുക്ക് സീറ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 786 ലിറ്റർ വരെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടും. അതായത് നമ്മൾ 7 സീറ്ററിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബാക്കിലെ ബൂട്ട് സ്പേസ് വരുന്നത് 231 ലിറ്റർ സ്പേസ് ഉള്ളൂ. നമുക്ക് സീറ്റ് 7 സീറ്ററിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ ഈ സീറ്റ് ശരിക്കും യാത്ര ചെയ്യാൻ യാതൊരുവിധ കംഫർട്ടും ഇല്ല. 7 സീറ്റർ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. ഡോറൊക്കെ ഭയങ്കര വെയിറ്റാണ്. ഈ ഡോറിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതുണ്ടോ, ശരിക്കും എല്ലാ ഡോറിനും ശരിക്കും സോഫ്റ്റ് ക്ലോസ് കൊടുക്കണം. കാരണം അത്രത്തോളം വെയിറ്റ് ഉണ്ട്. ഈ ഡോറൊക്കെ ഉണ്ടോ, ഇത് ശരിക്കും നമ്മൾ നല്ല അടിപൊളിയായിട്ട് ക്ലോസ് ചെയ്യാൻ തന്നെ വേണം. അതേപോലെ ഈ ടെയിൽ ലാമ്പ് ഒരു കിടിലൻ ലുക്കിൽ തന്നെയാണ് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് സിമ്പിളായിട്ട് കൂടുതൽ ഡിസൈനോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ ശരി മാസ് ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഇവിടെ ഈ ഡിഫൻഡർ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബാക്ക് ബമ്പറിലും ഒരു ഓഫ് റോഡ് വാഹനമാണ്. ആരെയും നമുക്ക് എവിടുന്നും രക്ഷപ്പെടുത്താല്ലേ കഴിവ് വരുന്നുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെ ഈ ബാക്കത്തെ ബമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ സൈഡ് സ്റ്റെപ്പൊക്കെ അഡീഷണൽ ഫിറ്റ് ചെയ്താട്ടോ. ഇതിൽ നല്ല ഡിഫൻഡർ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നല്ലൊരു അടിപൊളി ഡിഫൻഡറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഡിഫൻഡർ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോക്കാം. എങ്ങനെയുണ്ട്? ഇത്രയും വലിയൊരു വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ അല്ലേ വളരെ ക്യൂട്ടായിട്ടാണ് സ്റ്റാർട്ടാണത്. നിങ്ങൾ കരുതും ഷടപട ഒച്ചമുളിയൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, വളരെ സൈലൻ്റാണ്. ഇതാണ്ടോ റേസ് ആക്കുമ്പോൾ. പക്ഷെ ഇത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടേ നിങ്ങൾക്ക് വാറണ്ടി കട്ടാണ് പേടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് ഒച്ചമുളിയൊക്കെ ഇതിമ്പോൾ കൂട്ടാനൊക്കെ പറ്റും. പക്ഷേ അതൊന്നും ചെയ്യാതിരിക്കണതാണ് നല്ലത്. വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതൊരു പുതുപുത്തൻ കണ്ടീഷനിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമുള്ളത്. ഞാൻ ഡോർ ഓപ്പൺ ആയിട്ടുകൊണ്ടില്ലേ പിന്നെ അലാറം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കിലോമീറ്ററൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതായത് 9532 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചതായിരുന്നു അല്ലേ. കരുവാരുകൊണ്ട് ഇവിടുന്ന് എത്തിയപ്പോൾ തന്നെ തീരുമാനമായി അല്ലേ. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലാണുള്ളത്. നമ്മൾ കൊച്ചി ഷോറൂമിലാണ് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഞാൻ ഫുൾ ടാങ്ക് ആക്കിയപ്പോൾ കുറച്ച് എണ്ണത്തിലുണ്ടായിരുന്നു. 9500 രൂപയോളം ഫുൾ ടാങ്കിന് നമുക്ക് ചിലവ് വരുന്നുണ്ട്. മൈലേജ് കിട്ടുന്നത് ഏകദേശം ഒരു 6 കിലോമീറ്ററൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കമ്പനി 7 മുതൽ 9 കിലോമീറ്റർ വരെയൊക്കെ അവകാശപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രൈവിങ്ങിനനുസരിച്ചൊക്കെ മൈലേജ് കിട്ടും. പിന്നെ മറ്റു ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുമ്പോഴേ ഒരുപാട് കുത്തി നിറച്ചിട്ടുള്ള ഓപ്ഷൻസ് ഇതിലില്ല കേട്ടോ. കാരണം എല്ലാ പരിക്കിനും ഇത് പറ്റും. ഒരുവിധം വെള്ളക്കെട്ടിലോട്ടൊക്കെ ഓടിച്ചു പോകാൻ പറ്റും. ഏത് മലയും കുന്നും മലയൊക്കെ കയറാൻ പറ്റുവന്. പിന്നെ ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. എയർ സസ്പെൻഷൻ നമുക്ക് വണ്ടി ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റും. സിമ്പിൾ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി താന്നുകൊണ്ടിരിക്കുകയാണ്. ആ താകലിനൊരു ആക്ഷൻ ഉണ്ട്. ഒന്നിങ്ങനെ അങ്ങനെ പൊന്തി താന്നിട്ടാണ് താവുക. അതേപോലെ തന്നെ ജസ്റ്റ് ഈ ബട്ടണിലോട്ട് മാറ്റി കഴിഞ്ഞാൽ വണ്ടി വരികയും ചെയ്യും. പിന്നെ സീറ്റ് വെൻറ്റിലേഷൻ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏത് ചൂടത്തും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ ബട്ടണിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീറ്റിൻ്റെ ചിഹ്നം വരും. നമ്മൾ ലെഫ്റ്റിലോട്ടാക്കി കഴിഞ്ഞാൽ കൂളാവും, റൈറ്റിലോട്ടാക്കി കഴിഞ്ഞാൽ ഹോട്ടാവും. ഇതുണ്ടോ റെഡ് ചിഹ്നം വന്നാൽ ചൂടാവും സീറ്റ്. നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സീറ്റൊക്കെ തണുപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് തണുപ്പിക്കാം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ വന്നിട്ടുള്ളത്. അങ്ങനത്തെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ അടിപൊളി ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതുണ്ടോ
നമുക്ക് 360 ക്യാം ഉണ്ട്. അത് 3Dയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 360 ക്യാമറ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ഭാഗത്തും സൂം ചെയ്ത് നോക്കാനും എല്ലാ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിലൊന്ന് നോക്കിയാൽ കാണാം. നാവിഗേഷൻ, അക്കൗണ്ട്സ്, സീറ്റ്സ്, ക്ലൈമറ്റ്, ആപ്പിൾ കാർപ്ലേ എല്ലാം വന്നിട്ടുണ്ട്. ഐഫോൺ നമുക്ക് ഇതിനായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. മീഡിയ എല്ലാവിധ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട ഒരുപാട് ഓഫ് റൈഡേഴ്സിനും അല്ലെങ്കിൽ ലോങ് റൈഡിനൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഈ കൂൾ ബോക്സ്. അതായത് ഫ്രിഡ്ജ് എന്നൊക്കെ പറയാനെങ്കിലും ഇതൊരു കൂൾ ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് ഓണായി. ഇതുണ്ടോ, ഓണാകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് ചെറിയ നമ്മളെ ക്യാൻ ബോട്ടിലുകൾ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് തണുപ്പിച്ച് നല്ല ഫ്രിഡ്ജ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂൾ ബോക്സും വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൗകര്യം, ഇതിൻ്റെ ഉപയോഗം ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചതാണ്. ഈ വണ്ടിയിലല്ല, ലാൻഡ് ക്രൂസർ പ്രാഡോലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ കൂൾ ബോക്സാണ് വരുന്നത്. ഇതിൽ കുറച്ച് ചെറുതാണ് എങ്കിലും സൗകര്യമാണ്. കാരണം ലോങ് റൈഡ് പോയപ്പോൾ അതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളമൊക്കെ വെച്ചാൽ അവിടെ കടന്നോളും. നമുക്ക് എപ്പോഴും ആ ഫ്രഷ്നെസ്സിൽ ഉപയോഗിക്കാൻ പറ്റും. അത്തരം സൗകര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഓഫ് റോഡിൽ പോകുമ്പോൾ അതുണ്ടോ, ഇവിടെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റിയ സെറ്റപ്പിൽ തന്നെയാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ ഡിഫൻഡർ എന്നുള്ളൊരു ബാഡ്ജിങ് ഈ സൈഡിൽ പാസഞ്ചർക്ക് ഇങ്ങനെ ഡിഫൻഡറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഡിഫൻഡർ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ മെറ്റീരിയൽ ലെതർ ക്വാളിറ്റി ഒക്കെ നല്ല അപാര ക്വാളിറ്റി കേട്ടോ. നല്ലൊരു ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഡാഷ്ബോർഡും ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ആ രീതിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. പിന്നെ സൺ റൂഫ് വരുന്നുണ്ട്. വലിയ റൂഫാണ്. ഇതാണ്ടോ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഓപ്പൺ ആക്കാനും പറ്റും. പിന്നെ വേറൊരു പ്രത്യേകതയാണ് ഈ ഒരു മിറർ കണ്ടോ, ഇത് ഫുള്ള് ക്യാമറയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിലെ കംപ്ലീറ്റ് വ്യൂ ഈ ക്യാമറയിലാണ് കിട്ടുക. നിങ്ങൾക്ക് തോന്നുകയാണ് ക്യാമറ വേണ്ട, ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് കഴി കഴിഞ്ഞാൽ ഇത് മിറർ ആവുകയും ചെയ്തു. ഈ രണ്ട് ഉപയോഗം ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഇനി ക്യാമറ ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ ക്യാമറ താഴോട്ടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാണ്ടോ, ഇത് ബ്രൈറ്റ്നെസ് ആണ്. ഇനി ഒന്നുപാടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ്ടോ, ഇവിടെ അഡ്ജസ്റ്റ് ആണ് നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ജസ്റ്റ് ടച്ചിലാണ് വന്നിട്ടുള്ളത്. ഇതാണ്ടോ, നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, അതേപോലെ ഇങ്ങോട്ട് ടച്ച് ചെയ്താൽ ആ ലൈറ്റൊക്കെ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സൊക്കെയാണ് ഇവിടെ കൊണ്ട് കാണിക്കാനുള്ളത്. പിന്നെ നിങ്ങളോട് കൂടുതലായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ഓടിക്കുമ്പോഴാണ്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കലി വരുന്നുണ്ട്. പിന്നെ ഇത്രയും വില വരുന്ന വാഹനത്തിൽ ഇതൊന്നും എടുത്ത് കാണിക്കേണ്ട കാര്യമല്ല എന്നറിയാം, എങ്കിലും നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താനുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിച്ച് പോവാം. അപ്പോൾ നമുക്ക് ഓടിക്കാൻ എങ്ങനെയുണ്ട് നോക്കാം. എല്ലാവരും ഒരു സംശയമാണ്, 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ട് ഇത്രയൊരു വലിയ വണ്ടി ഓടിക്കാൻ പവർ ഉണ്ടാവുമോ, ദം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. ആ സംശയം ശരിക്കൊന്ന് ഈ വണ്ടി കയറി ആക്സിലേറ്റർ കൊടുത്താണ്ടൊന്ന് ഓടിച്ചാൽ ആ സംശയം ശരിക്കും തീരും. കാരണം അത്യാവശ്യം നല്ല ദമ്മുണ്ട് വണ്ടി, നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് 3 ലിറ്റർ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ചും അതേപോലെ ഒക്ടെയിൽ വരുന്ന എഞ്ചിനെ അപേക്ഷിച്ചൊക്കെ ഇത് വളരെ പവർ കമ്മിയാണ്. ഞാൻ അങ്ങോട്ടല്ല കമ്പയർ ചെയ്യണത്. ഈ വണ്ടിനെ അപേക്ഷിച്ച് 2 ലിറ്റർ പെട്രോൾ എഞ്ചിന് ഒരു 4 സിലിണ്ടറിനെ അപേക്ഷിച്ച് അപാര പെർഫോമൻസാണ് വണ്ടി. പ്രത്യേകിച്ച് ഇത് പെർഫോമൻസ് കൂടുന്നത് എപ്പോഴാണെന്നോ, നമ്മൾ ഫസ്റ്റ് ആക്സിലറേഷനിലല്ല. അതായത് ഇപ്പോൾ നമ്മൾക്ക് മൂവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 40, 50, 60 സ്പീഡൊക്കെ നമുക്കിങ്ങനെ പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വണ്ടി മൂവായി ടെർബോ ചാർജായി കഴിഞ്ഞാണ്ടല്ലോ പൊട്ടിച്ചാൽ കിട്ടൂല, അമ്മാതിരി പോക്കാണ് വണ്ടി. അതായത് സൈലൻറ്റ് പോക്ക് അറിയാലോ, പെട്രോൾ എഞ്ചിൻ കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, അപ്പുറത്ത് ഡീസൽ എഞ്ചിൻ 3 ലിറ്റർ വേറെ ഉണ്ട്, പിന്നെ V8 എഞ്ചിൻ വേറെ ഉണ്ട്. അതിനായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യണത്, ഈ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത കാണിച്ചു കേട്ടോ. ഇപ്പോൾ ഞങ്ങളൊരു സിഗ്നലിൽ ട്രാഫിക് സിഗ്നലിലെത്തി, സൗണ്ട് ഒന്നും കേൾക്കാമല്ലോ, ഗ്ലാസ് ഒന്ന് താത്തി നോക്കണ്ടേ, ഇത്രയും സൗണ്ട് പുറത്തുണ്ട് അല്ലേ. ഗ്ലാസ്സാണ് പൊക്കിയാൽ വളരെ സൈലൻ്റാണ്. അതായത് നോയിസ് ക്യാൻസലേഷൻ അടിപൊളി അല്ലേ. നമ്മളെ ആപ്പിളിൻ്റെ ഒക്കെ ഹെഡ്സെറ്റ് പോലെയാണ്, ഗ്ലാസ് പൊക്കിയാൽ നോയിസ് ക്യാൻസലേഷനായി, പുറത്തുള്ള അപശബ്ദങ്ങളൊന്നും ഉള്ളിൽ കേൾക്കില്ല, വളരെ സൈലൻ്റാണ്. ശരിക്കും ഈ ഒരു വണ്ടി ഓഫ് റോഡിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും, യാത്രയെ ഇഷ്ടപ്പെടുന്ന യാത്രാ കംഫർട്ടും ഉണ്ട്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന മറ്റു ബ്രാൻഡുകളുണ്ടല്ലോ, മറ്റു ബ്രാൻഡിലെ വാഹനങ്ങളുണ്ടല്ലോ, അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോഡി റോളിംഗ് ഒക്കെ ഇച്ചിരി കൂടുതലുണ്ട്. കാരണം
ഇതൊരു ഓഫ് റോഡ് സ്പെക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള ചെറിയൊരു ബോഡി റോളിംഗ് ഉണ്ട്. എങ്കിലും ഈ ഒരു വാഹനം അടിപൊളി കംഫർട്ടാണ്. ഹൈവേയിലൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ബോഡി റോളിംഗ് കൂടുതലെന്ന് പറയുമ്പോൾ നമ്മൾ ചില കട്ടറിൽ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് തിരിക്കുമ്പോഴൊക്കെ അല്ലേ ബോഡി റോളിങ് നമുക്ക് ഫീൽ ആവുള്ളൂ. ഇനി ഇതിലാറെ കംഫർട്ട് വേണമെന്നുള്ളവർക്കാണല്ലോ ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ സെഗ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റേഞ്ച് റോവർ സ്പോർട്ട്, വോഗ്, വെലാറ് ഇത്തരം വാഹനങ്ങളൊക്കെ ഇതിലാറെ ലക്ഷറിയും കംഫർട്ടൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു സെഗ്മെൻറ്റാണ്. ഒരു ഓഫ് റോഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഒരു റഫ് ഫീലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു മാസ് ലുക്കൊക്കെ തരുന്ന ഒരു വാഹനമാണിത്. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വാഹനങ്ങൾ എടുക്കുന്ന ആളുകളൊന്നും വല്ലാതെ മൈലേജ് കൺസിഡർ ചെയ്യുന്ന ആളുകളാവില്ല. അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുന്ന ആളുകളാണ് ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളൊക്കെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ നമ്മളൊരു നല്ല ചവിട്ടി പൊളിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. കമ്പനി ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്ററൊക്കെ മൈലേജ് പറയുന്നുണ്ട്. അതേപോലെ എയർ സസ്പെൻഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഉയർത്തി ഇങ്ങനെ റോട്ടിൽ വരുന്നത് കാണാനുള്ള ലുക്ക് ഉണ്ടല്ലോ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടി റോട്ടിൽ കാണാനുള്ള ലുക്കാണ്. പിന്നെ സംബന്ധിച്ച് ഞാൻ പല വാഹനങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആയിക്കോട്ടെ, പിന്നെ ബെൻസിൻ്റെ GLS ആയിക്കോട്ടെ, റേഞ്ച് റോവറിൻ്റെ സ്പോർട്ട് ആയിക്കോട്ടെ, വോഗ് ആയിക്കോട്ടെ, ഇത്തരം വാഹനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇതിലാറെ വില കൂടിയ വണ്ടികളാണ് റേഞ്ച് റോവർ സ്പോർട്ട്, റേഞ്ച് റോവർ വോഗൊക്കെ. പക്ഷേ ഫാൻസ് കൂടുതൽ ഡിഫൻഡറിനാണ്. ഈ വണ്ടി കൊണ്ട് റോട്ടിൽ പോകുമ്പോൾ ആളുകളെ നോട്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇതിനാണ് ഫാൻസ് കൂടുതൽ. ഓടിക്കാൻ നല്ല രസമാട്ടോ. നമ്മളൊരു ആനപ്പുറത്തിരുന്ന് പോകാറില്ലേ, അതേ ലുക്ക് തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ശരിക്ക് ഒന്നിങ്ങനെ ഇരുന്നാൽ കണ്ടോ, ഞാനൊന്ന് ജസ്റ്റ് മുന്നോട്ട് ഇരുന്നാൽ കാണുന്ന കാഴ്ച അറിയണതേ ബോണറ്റ് ഫുള്ള് കണ്ട് ഡ്രൈവ് ചെയ്യാം. നല്ല വ്യൂ ആണ്. അതായത് നമ്മൾ ഈ ഉയരത്തിരുന്ന് ഓടിക്കുന്നതുകൊണ്ടേ ഭയങ്കരമായിട്ട് ഡ്രൈവിങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഒന്ന് ചവിട്ടിയൊക്കെ നമുക്ക് ഇത് നമ്മളേ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഒരു പുറത്തുണ്ടാവും. പക്ഷേ ടെർബോ ചാർജായി മൂവായി കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് പോകും. ആ സഡൻ പിക്കപ്പിലാണ് ലേശ ലാഗ് നമുക്ക് ഫീൽ ആവുക ഈ പെട്രോൾ എഞ്ചിനിൽ. ഇപ്പം ഞാനിത് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 80 സ്പീഡിലായി. ഇതിങ്ങനെ കയറി പോവും. ഇതെന്താ വെച്ചാൽ ഒഴിഞ്ഞ ഹൈവേ കിട്ടണം. ആക്സിലേറ്റർ വന്ന് കാലെടുക്കാതെ ചവിട്ടി പിടിക്കണം. അപ്പോൾ ഗിയറിൻ്റെ ആ ട്രാൻസ്മിഷൻ വേറെ തന്നെ നമുക്ക് ഫീൽ ആവും. അടിപൊളിയാണ്. ഡ്രൈവ് ചെയ്യാൻ ഒരു രക്ഷയില്ല. മീറ്റർ കൺസോളിൽ കണ്ടോ ഒരു അടിപൊളി ഡിഫൻഡറിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കാണുന്നത്. കാരണം ഒരു അജാനബാഹു ഭീകരനായിട്ടാണ് നമ്മൾ പോകണമെന്നുള്ള കാര്യം എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്കും തന്നെ നല്ല കംഫർട്ടാണ്. ഇതാ വേറെ വൈറ്റ് ഡിഫൻഡറുമാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തപ്പോൾ, ഒരു വൈറ്റ് ഡിഫൻഡർ. ഇത് ഒരുപാട് കളറിൽ വരുന്നുണ്ടല്ലേ ഡിഫൻഡർ വണ്ടികൾ, പല വെറൈറ്റി കളറുണ്ട്. ഈ കളറിന് പെരും ഡിമാൻഡ് ചെയ്യുന്നു പറയുന്നേക്കാം. നമ്മളെ വണ്ടി ആയതുകൊണ്ട് പറയല്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഫൻഡറിൽ കളർ ഏതാ. കുറേ ആൾക്കാർ ബ്ലാക്കിൻ്റെ ഭ്രാന്തന്മാരുണ്ട്, വൈറ്റ് ഒരുപാട് വണ്ടി ഇറങ്ങിയിരിക്കണേ. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതേ പിന്നെ പെഡൽ ഷിഫ്റ്റ് വരുന്നില്ല. അത് ഇതിൻ്റെ കൂടിയ സെഗ്മെൻറ്റിലൊക്കെ വരുന്നുണ്ട്, അതായത് ഒക്ടയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ മാനുവലി ഇത് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇതാണ്ടോ ഈ ഗിയർ നേരെ നമ്മൾ സൈഡിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് മാനുവൽ ട്രാൻസ്മിഷനായി. പിന്നെ നമുക്ക് ഇത് മാനുവലി ഡ്രൈവ് ചെയ്യാൻ പറ്റും. മാനുവൽ ഗിയർക്ക് മാറ്റി കഴിഞ്ഞാലേ ഇവിടെ മീറ്ററിൽ നമുക്ക് ഗിയർ ട്രാൻസ്മിഷൻ്റെ ലെവൽ കാണും. എന്നിട്ട് നമുക്ക് നേരെ ഇവിടെ മാനുവലി ഇതാണോ 6ക്ക് മാറി 7ക്ക് മാറി നമുക്ക് നേരെ ഡൗൺ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ മേലോട്ടാക്കി കഴിഞ്ഞാൽ ഇത് ഡൗൺ ചെയ്തിട്ടും ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും ഇത് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് പോകായിരുന്നു. അതൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡുകൾ വളരെ കമ്മിയാണ്. എങ്കിലും ഇത്തരം വാഹനങ്ങൾ എടുക്കുന്നവർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. എങ്കിലും ഞാനത് കൂട്ടിച്ചേർക്കാം. 1 മൈലേജ്, 2 മെയിൻ്റനൻസ് കോസ്റ്റ്. മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ ഭയങ്കര റേറ്റാണ്. അതായത് ഇത്ര 1.5 കോടി രൂപയോളം വില വരുന്ന വാഹനത്തിന് അതിൻ്റെ സ്പെയർ പാർട്സിനും സർവീസിനൊക്കെ അതിൻ്റേതായ ചിലവുകളും വരും. ഇപ്പം നോർമൽ സർവീസിന് തന്നെ ഏകദേശം 60,000 50,000 60,000 രൂപ എക്സ്പെൻസ് വരും. ഇപ്പോൾ ഈ 2 നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വണ്ടിൻ്റെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അതുകൊണ്ട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2025 മാനുഫാക്ചർ, 25 12-ാം മാസം രജിസ്ട്രേഷൻ ചെയ്ത് വളരെ ചുരുക്കം മാസങ്ങളെ ഈ ഒരു വാഹനത്തിന് പഴക്കമുള്ളൂ. വെറും ഓടിയിട്ടുള്ളത് 9,553 കിലോമീറ്റർ ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് ആകുന്നുള്ളൂ. ഇനി 10,000-ൻ്റെ സർവീസ് നമ്മൾ എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്.
അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എത്രത്തോളം അഡീഷണൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കൂടുതൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും അടുത്ത വീഡിയോയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം.